ഹലോ, നമുക്കിവിടെ ഏപ്രിൽ 2-ാം തീയതിയാണ് കേട്ടോ സ്കൂൾ ഓപ്പണിങ്. അതിൻ്റെ ഭാഗമായിട്ട് കിച്ചന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. എല്ലാം കൂടി കണ്ടിട്ട് കിച്ചനാകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു ഏത് വാങ്ങണമെന്ന്. ഇതുകൂട്ടനാണെങ്കിൽ ഇവിടെ കൂട്ടി നടന്ന് ബഹളമായിരുന്നു. എല്ലാ സാധനങ്ങളും എടുക്കുന്നു, ട്രോളി കൊണ്ടിടുന്നു, മാറ്റി വെക്കുന്നു. ഞാൻ പിന്നെ അതിൻ്റെ പുറകെ നടക്കലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് സാധനം വാങ്ങി വീട്ടിലെത്തി കേട്ടോ. അപ്പം ഇതാണ് ഒരു ബോക്സ് ഷാർപ്നർ വാങ്ങിയിരുന്നു. ഷാർപ്നർ ഒരുപാട് ആവശ്യമുള്ള സാധനമാണ്, കാരണം ഡെയിലി കൊണ്ടേ കളഞ്ഞിട്ട് വരുന്നതാണ്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല, 40 എണ്ണം എങ്ങാണ്ടാന്ന് തോന്നുന്നു. 1,100 BD ഇതിൻ്റെ റേറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷാർപ്നറാണ്. കിച്ചു അടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ ലഞ്ച് ബോക്സാണ് കിച്ചന് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ ആകെ നമുക്ക് പിള്ളേർക്ക് ടിഫിൻ മാത്രം കൊടുത്തുവിട്ടാൽ മതി, ലഞ്ചൊന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. കണ്ടോ, കിച്ചുവിൻ്റെ സാധനം കയ്യിലെടുത്ത് കഴിഞ്ഞു. ഈ ജാപ്പനീസ് സ്റ്റിക്ക് കണ്ടിട്ടാണ് ഈ ടിഫിൻ ബോക്സിന് വേണ്ടി വാശി പിടിച്ച് ഇത് വാങ്ങിയത് കേട്ടോ. അപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഇതിൻ്റെ ഈ ലിഡ് പെട്ടെന്ന് തന്നെ ലൂസായി പോകുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. ഉള്ളിൽ ഏതായാലും സെപ്പറേറ്റഡ് ആയിട്ട് 2 കള്ളിയുണ്ട്. എത്ര നാൾ പോകുന്നത് കണ്ടറിയേണ്ടി വരും. പിന്നെ ഇതിനകത്ത് നമ്മൾ വാങ്ങിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, പെൻസിൽ ബോക്സ് എന്ന് പറയാൻ പറ്റത്തില്ല, പൗച്ച് എന്നും പറയാൻ പറ്റത്തില്ല. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് സാധനം. പൗച്ച് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറച്ച് നിൽക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് അത് വാങ്ങിയത്. പിന്നെ ഒരു പെൻസിൽ കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ട്, പെൻസിൽ ഹോൾഡർ. പിന്നെ വാങ്ങിക്കുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ്. ഇപ്രാവശ്യം ഇങ്ങനെ തന്നെ വാട്ടർ ബോട്ടിൽ ഞാൻ നോക്കി വാങ്ങിയതാട്ടോ. മറ്റേ പ്രസ്സിങ് മോഡലൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അത് പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ ഒരു ടൈപ്പ് വാങ്ങി. ഞാൻ വാങ്ങിയ ബ്ലൂ ടൈപ്പിന് 660 ഫിൽസും ഇതിന് 1,100 കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. കിച്ചന് വാട്ടർ ബോട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കണം. ഒരാഴ്ചയൊക്കെ പോയി എന്ന് പറയും, എപ്പോഴും മിസ്സാകലാണ്. അവന് മാത്രം അത് തിരിച്ച് കിട്ടത്തുമില്ല. പിന്നെ ഇതൊരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഡിജിറ്റൽ വാങ്ങാതെ ഇങ്ങനത്തെ തന്നെ വാങ്ങിയതാണ്, കാരണം ടൈം പഠിക്കാൻ വേണ്ടിയിട്ട്. നോക്കാനൊക്കെ അറിയാം, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ 2 ലൂസായിട്ടുള്ള ഷാർപ്നർ വാങ്ങിയിട്ടുണ്ട്. കിച്ചന് ഒരു പ്രാവശ്യം കൂർമ്പിച്ചിട്ട് കൊണ്ട് കളയാൻ പറ്റത്തില്ല, അപ്പോൾ കുറച്ച് കൂർമ്പിച്ചതിന് ശേഷം പോകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു പെൻസിൽ വാങ്ങി. പിന്നെ കുഞ്ഞിക്കുട്ടിന് വേണ്ടിയിട്ടൊരു പാർലേജി വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ്. ഞാനും കിച്ചും കൂടി ഇരുന്ന് വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഋതുക്കുട്ടനെ ഇവിടെ ചൂലെടുത്തുകൊണ്ട് വന്ന് ഭയങ്കര അടിക്കലും മാറില്ല, കുനിഞ്ഞ് കിടന്ന് അടിയെല്ലാം അടിച്ചു വാരുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പാടിലാണ് പുള്ളിക്കാരന്. അപ്പോഴത്തേക്കും കിച്ചുവിടെ പെൻസിൽ ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. കണ്ട അതിൻ്റെ ഇന്നർ സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.